പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് കൺമണി. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ധനലക്ഷ്മിയാകെ പകച്ചു പോകുന്നു. ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ വരുണിനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ധനലക്ഷ്മി. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ലല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ധനലക്ഷ്മി വരുണിനെ ഫോൺ ചെയ്യുന്നു. വരുൺ, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ. ഞാൻ നിന്റെയും കൺമണിയുടെയും വിവാഹം തിങ്കളാഴ്ച നടത്താനാണ് പോകുന്നത് എന്നുള്ള കാര്യം അവളോട് പറഞ്ഞു. പക്ഷേ അവൾക്ക് യാതൊരു കൂസലുമില്ല. ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെയാണ് അവൾ പോയത്. അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അതെങ്ങനെ ശരിയാകും? നമ്മളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ? നീ പറയുന്നതൊക്കെ ശരിയാ, നമ്മളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാ. പക്ഷേ അവൾ സമ്മതിച്ചില്ല. ഞാൻ അവളെ പേടിപ്പിക്കാൻ നോക്കി, പക്ഷേ അവൾ വഴങ്ങുന്ന ലക്ഷണമൊന്നും എനിക്ക് കാണുന്നില്ല. അവൾ അവളുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. അവളെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടു വരുൺ, ഇനി എന്തായാലും ഈ വിവാഹം നടക്കാതെ എനിക്ക് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഈ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാനിപ്പോൾ തയ്യാറാണ്. കാരണം ഞാൻ അത്രയധികം നാണം കെട്ട് കഴിഞ്ഞു. ഇനിയൊരിക്കലും എനിക്ക് പിറകോട്ട് പോകാൻ സാധിക്കില്ല, അതുറപ്പാ. ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കൺമണിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് വരുൺ പോയിരിക്കുകയാണ് കൺമണിയെ കാണുന്നതിനായി വീണ്ടും. ഇതേ തുടർന്ന് കൺമണിയെ കാണുന്ന വരുൺ, നീ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് കേട്ടല്ലോ. അതെ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ല എന്നതാണ് സത്യം. ആ കാര്യം ഞാൻ പലതവണ അറിയിച്ചിട്ടുള്ളതാണ്. എടി, നീ ഇപ്പോൾ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണോ? വഞ്ചിക്കാനോ? ഞാനോ? എന്തിന്? ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടോ വിവാഹം കഴിക്കാമെന്ന്? ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വഞ്ചിച്ചു? അതുകൂടി നിങ്ങളൊന്ന് പറഞ്ഞതാ, എനിക്ക് അറിയാനാണ്. ഇതോടെ വരുൺ ഒന്ന് പതറിപ്പോകുന്നു. കൺമണി, വെറുതെ പ്രശ്നമാക്കരുത്. ഞാൻ ഒരു പ്രശ്നവും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വരുൺ, ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് ഇനിയും പിറകെ നടന്ന് എന്നെ ശല്യം ചെയ്താൽ നീ വിവരമറിയും. അത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് കൺമണി പോയത് വരുണിന് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.